തിരുവനന്തപുരം വേളി ടൂറിസ്റ്റ് വില്ലേജിൽ 25 വർഷത്തിലേറെയായി സെക്യൂരിറ്റി ജീവനക്കാരായി ജോലി ചെയ്തു വരുന്നവരെ പുറത്താക്കി പുതിയ കരാർ സ്ഥാപനത്തിന് ചുമതല കൈമാറിയതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ദീർഘകാലമായി സേവനമനുഷ്ഠിച്ച തൊഴിലാളികളെ യാതൊരു സംരക്ഷണവും നൽകാതെ ഒഴിവാക്കി എന്നതാണ് ജീവനക്കാരുടെ ആരോപണം. കെസ്കോണിന് സുരക്ഷാ ചുമതല കരാർ നൽകിയതിനെതിരെയും തൊഴിൽ സംരക്ഷണം ആവശ്യപ്പെട്ടും ജീവനക്കാർ സമരത്തിനിറങ്ങി. സംയുക്ത സമരസമിതി സിന്ദാബാദ്. ഞങ്ങളുടെ ജോലി തിരികെ തരൂ. ഞങ്ങളുടെ ജോലി തിരികെ തരൂ. നാട്ടുകാരെ ഞങ്ങളുടെ ജോലി തിരികെ തരൂ. നാട്ടുകാരെ ഞങ്ങളുടെ ജോലി തിരികെ തരൂ. അധികാരികൾ നീതി പാലിക്കുക. അധികാരികൾ നീതി പാലിക്കുക. അധികാരികൾ കണ്ണു തുറക്കൂ. അധികാരികൾ കണ്ണു തുറക്കൂ. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായ വേളി ടൂറിസ്റ്റ് വില്ലേജിലെ 20 വർഷം പ്രവൃത്തി പരിചയമുള്ള സെക്യൂരിറ്റി ജീവനക്കാരെ പിരിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ച് ഇവിടെ കുറച്ച് ദിവസങ്ങളായി ഇവർ സമരം തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. 25 വർഷത്തിലേറെ പ്രവൃത്തി പരിചയമുള്ള ജീവനക്കാരെയാണ് ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ പിരിച്ചുവിടുകയും തുടർന്ന് കെസ്കോണിന് ഇത് കൈമാറുന്ന ഒരു നടപടി സ്വീകരിച്ചത് സർക്കാർ. ഇതിനെതിരെയാണ് ഇപ്പോൾ ഇവരിവിടെ സമരം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കൂടെ ഇവിടെ 25 വർഷം പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു ജീവനക്കാരനുണ്ട്. ചേട്ടാ, പെട്ടെന്ന് ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചു. 20 വർഷമായിട്ട് നിങ്ങളിവിടെ പ്രവർത്തിച്ച് വരികയാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഈ നടപടി എങ്ങനെ കാണുന്നു? സർക്കാരിൻ്റെ ഈ നടപടി പാവപ്പെട്ട നമ്മളെ ഈ നാട്ടിലെ പ്രദേശവാസികളാണ്. 22 പേരിൽ 18 പേരും പട്ടികവർഗപ്പെട്ട പാവപ്പെട്ട നിരന്തരായ കുടുംബത്തിലെ അംഗങ്ങളാണ് ഞങ്ങൾ. അപ്പോൾ ഇവിടെ കരാർ അടിസ്ഥാനത്തിലാണ് ഈ സെക്യൂരിറ്റി ജോലി കൊടുക്കുന്നത്. ഇപ്പോൾ 20 വർഷമായി ഞങ്ങൾ കരാർ 3 വർഷത്തിലൊരിക്കൽ മാറി മാറി വരും. അങ്ങനെ എഗ്രിമെൻ്റ് അനുസരിച്ച് ഞങ്ങൾ ജോലി ചെയ്ത് വരികയായിരുന്നു. കഴിഞ്ഞ മാസം 16-ാം തീയതി ഞങ്ങളുടെ കമ്പനിക്ക് ഒരു ഓർഡർ വന്നു. ഇത് കെസ്കോണിന് കൈമാറിയിരിക്കുകയാണെന്ന് പറഞ്ഞ് ഓർഡർ വന്നു. ഞങ്ങളിപ്പോൾ ഈ 1-ാം തീയതി മുതൽ ഞങ്ങൾ വെളിയിലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ഞങ്ങളുടെ ജീവിത സമരമാണ്. ഞങ്ങൾക്ക് ഈ തൊഴിൽ നഷ്ടപ്പെട്ട വേറെ ഒരിടത്തും പോയി ജീവിക്കാനുള്ള വേറെ മാർഗ്ഗം ഞങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഈ ജോലി ഞങ്ങൾക്ക് തിരിച്ചു തരിക. ഞങ്ങൾ സർക്കാരിനോടും ഇവിടുത്തെ അധികാരികളോടും പറയാനുള്ളത് ഈ ജോലി ഞങ്ങൾക്ക് തിരിച്ചു തരിക. അല്ലെങ്കിൽ ഞങ്ങളുടെ മരണത്തിന് മേലെ ഈ കെസ്കോണിൽ നിന്ന് ഒരാൾ ഇതിനകത്ത് കയറത്തുള്ളൂ. സർക്കാരുമായിട്ട് ഇപ്പം ടൂറിസം മിനിസ്റ്റർക്ക് ഞങ്ങൾ കത്ത് കൊടുത്തു, പിന്നെ ഡയറക്ടർക്ക് കത്ത് കൊടുത്തു, ഇവിടുത്തെ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കത്ത് കൊടുത്തു, ഇന്ന് ലേബർ ഓഫീസർക്കും കത്ത് കൊടുത്തു. അങ്ങനെ എല്ലാ വിധത്തിലുള്ള ചർച്ചകൾക്കും കൊടുത്തു. അവർ വരട്ടെ, നോക്കട്ടെ, ഇത് ക്യാബിനറ്റിൽ വെച്ച് പാസ്സാക്കി എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ക്യാബിനറ്റിൽ പാസ്സാക്കിയെങ്കിൽ അങ്ങനെ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് തരാമോ സാറേ എന്ന് ചോദിച്ചപ്പോൾ അന്ന് ഞങ്ങൾക്ക് തന്നിട്ടില്ല. അത് ഏത് ക്യാബിനറ്റിൽ വെച്ച് പാസ്സാക്കിയാലും ഇവിടെ വേറൊരാളെ ഞങ്ങൾ ഈ കയറ്റത്തില്ല. കഴിഞ്ഞ 20-25 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്തു വരുന്നവരാണ്. കൂടാതെ തന്നെ ഇവരിവിടുത്തെ പ്രദേശവാസികളാണ്. ഇവിടുത്തെ ഭൂമിശാസ്ത്രം അറിയുന്നവരാണ്, കടലിനെ അറിയുന്നവരാണ്, ഇവിടുത്തെ ഭൂപ്രകൃതി അറിയുന്നവരാണ്. അപ്പോൾ ഇവർക്ക് തന്നെ തൊഴിൽ തിരികെ നൽകണമെന്ന ആവശ്യമാണ് ഇവരിപ്പോൾ ഉന്നയിക്കുന്നത്. നാട്ടുകാരും ഇവർക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മോടൊപ്പം ഒരു നാട്ടുകാരനും കൂടി ചേരുന്നുണ്ട്. അന്നത്തെ സർക്കാർ തന്നെ ഉണ്ടാക്കിയ ഒരു ഉടമ്പടി എന്തെന്ന് പറഞ്ഞാൽ, ഇവിടെ നിന്നൊരു സ്ഥാപനം പ്രവർത്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള നാട്ടുകാരെ മാത്രം, അതായത് മാധവരം പ്രദേശത്തെ ഉള്ളവരെയും മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ആണ് വേളി ടൂറിസ്റ്റ് വില്ലേജിൻ്റെ വികസനമായിട്ട് അന്നൊരു കരാർ തന്നെ വെച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം തികച്ചും ഈ 21 പേരും നമുക്ക് നാട്ടുകാർക്ക് അറിയാവുന്ന ആൾക്കാരാണ്. അവരെന്ന് പറഞ്ഞാൽ ഈ ഒരു ജോലി കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ ജാതി സംഘടനകളുണ്ട്. ആ ജാതി സംഘടനകളായാലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളായാലും അവർക്ക് തികച്ചും നല്ലൊരു പിന്തുണ കൊടുത്തുകൊണ്ടാണ് അവരുടെ 1-ാം ദിവസത്തെ സമരം മുതൽ ഇതിപ്പോൾ 5-ാം ദിവസമായി ഇന്ന് വരെയും നാട്ടുകാർ നല്ല സപ്പോർട്ട് കൊടുത്തുകൊണ്ടാണ് അവരുടെ സമരത്തിൽ ഞങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കാര്യം ഞങ്ങൾക്ക് സർക്കാരും പ്രതീക്ഷയുണ്ട് അവരുടെ വിഷയം ആ രീതിയിൽ തന്നെ പരിഗണിക്കപ്പെടും. ഒരു പട്ടികജാതി വിഭാഗക്കാരാണ് ഒരു ഭൂരിപക്ഷം പേരും. അവരുടെ ആ രീതിയിൽ തന്നെ പരിഗണിക്കും, അവരുടെ വിഷയം കൈകാര്യം ചെയ്യും, അവർക്ക് ഈ ജോലി തിരിച്ചു കൊടുക്കും എന്നുള്ള തീർത്തും ഒരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ നാട്ടുകാരും ഈ സമരത്തോടൊപ്പം രാഷ്ട്രീയ പാർട്ടിക്കാരായാലും നിലവിൽ സഹകരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 20-25 വർഷങ്ങളായി ഇവിടെ തൊഴിലെടുത്ത് വരുന്ന തൊഴിലാളികളാണിവർ. ഇവർക്ക് വേണ്ട നീതി സർക്കാർ എത്രയും പെട്ടെന്ന് നൽകുമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷാനിനൊപ്പം അപർണ, കേരള വിഷൻ ന്യൂസ്.